Hello students, today we start with the alternating series. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് എന്നുള്ള അർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഒന്നിടവിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഓർ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയുള്ള ടേംസ് ഉള്ള സീരീസിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് നമ്മൾ പറയുക. സീരീസ് സിഗ്മ എക്സ് എൻ എന്നാണ് നമ്മൾ എഴുതുക. എഴുതുമ്പോൾ ഈ എക്സനുകൾ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓർ ദ ജനറേറ്റിംഗ് സീക്വൻസ് ഓഫ് ദ സീരീസ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഡിഫൈൻ ചെയ്യാം. ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് എക്സൻ ആർ ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ദെൻ ആദ്യം നെഗറ്റീവ് വെച്ചും സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ദ sequence is said to be alternating. സീരീസിൽ മാത്രമല്ല സീക്വൻസിലും ഓൾട്ടർനേറ്റിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, if you consider 1, then x1 equal to 1, then x2 equal to minus 1 by 2, x3 equal to 1 by 3, x4 equal to 1 by minus 1 by 4, etc. Then first term is positive, second term is negative, third term is again positive, fourth term is negative, etc. This is an alternating sequence. സീക്വൻസിലും ഓൾട്ടർനേറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവാം. ദെൻ കറസ്പോണ്ടിംഗ്ലി 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. That is a series formed by this sequence. If the sequence is alternating, corresponding series is also alternating. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിന് ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. 1 minus 1 by 2 plus 1 by 3 minus 1 by 4 etc. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള ടേമിന് ഇതിനെ ഞാൻ -1 സ്ക്വയറും ഉണ്ട്, ഇതിനെ -1 ക്യൂബും ഉണ്ട്. ആദ്യത്തേതിനെ 1 കൊണ്ട്, രണ്ടാമത്തേതിനെ -1 കൊണ്ട്, മൂന്നാമത്തതിനെ -1 raised to 4 അത് 1 ആണ്. നാലാമത്തേതിന് -1 raised to 5. എത്രാമത്തെ ടേം ആണോ അതിലൊന്നുകൂടെ കൂടുതലാണ് -1ന്റെ പവർ. ആദ്യത്തേത് പോസിറ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ അങ്ങനെ ചെയ്തത്. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈങ് ഓൾ ദ ടേംസ് ബൈ -1 raised to n plus 1. ഹിയർ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ബിക്കം പോസിറ്റീവ്. എല്ലാ ടേംസിനെയും -1 raised to n plus 1 കൊണ്ട്. അപ്പോൾ ആദ്യത്തേത് -1 സ്ക്വയർ, മൂന്നാമത്തെ വരുമ്പോൾ -1 raised to 4. അവിടെയൊക്കെ പോസിറ്റീവ് ആയിരുന്നു. 1, 3, 5 അതൊക്കെ പോസിറ്റീവ് ആണ്, അതിനെ +1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2, 4, 6 അതൊക്കെ നെഗറ്റീവ് ആണ്, അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ടേംസും പോസിറ്റീവ് ആകും. അതൊരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് തരും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഫോം ചെയ്യും. ഇനി ഇവിടെ -1 1 -1 1 -1 1, x1 equal to -1, x2 equal to 1, x3 equal to -1, x4 equal to 1, x5 equal to -1, x6 equal to 1. Unlike the other series, first term is negative, or the odd terms alternating. All the odd terms are negative and all the even terms are positive. If we multiply with the -1 raised to n plus 1, here we have to multiply with the 1. Here we have to multiply with the -1. For x3 again 1, x4 again -1. All the terms become negative. Multiplying with the -1 raised to n plus 1 will give all the terms positive or negative. Then the sequence is said to be alternating. -1 raised to n plus 1 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആദ്യം 1 പിന്നെ -1 പിന്നെ 1 പിന്നെ -1 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആകും, ആദ്യത്തെ ടേം നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ ടേംസും നെഗറ്റീവ് ആകും. either all the terms are positive or negative and we multiply with the -1 raised to n plus 1. Then the sequence is called alternating sequence, and the series formed by an alternating sequence is called the alternating series. Here we take the definition of the alternating series is corresponding to the alternating sequence section, where all the terms -1 raised to n plus 1 into xn are either positive or negative for the sequence. ഇങ്ങനെയുള്ള സീക്വൻസ് സെക്ഷനിൽ
എങ്ങനെയുള്ളതാ? -1 raised to n plus 1 into x എന്നുള്ളത് either positive or negative for all the terms. അങ്ങനെയുള്ളൊരു സീക്വൻസിൽ നിന്ന് ഫോം ചെയ്യുന്ന സീരീസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് നെഗറ്റീവ് or alternately negative positive. അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. The definition is like this. A series formed by a sequence whose nth terms multiplied by -1 raised to n plus 1 will give all the terms positive or negative. That is the definition of an alternating series. Sequence section alternating sequence ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന സീരീസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. Now we can take the absolute values of the terms of the series. Here in this case we take absolute values നെ z1 z2 എന്ന് വിളിക്കുന്നു. z1 equal to 1, z2 equal to പോസിറ്റീവ് വാല്യൂ എടുക്കുന്നുള്ളൂ 1/2, z3 equal to 1/3, etc. We can take the positive values corresponding to the terms of the series, and it is useful to write xn equal to terms of the series in the terms അല്ല അതിന്റെ പോസിറ്റീവ് വാല്യൂസ് എടുത്ത്. അപ്പോൾ നമ്മൾ സീരീസിന്റെ ടേംസ് xn ഇത് സിഗ്മ xn എന്നാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീരീസിന്റെ ടേംസ് xn ആദ്യത്തെ 1 ആണ്, രണ്ടാമത്തെ തന്നെ വേണം ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. z4 equal to 1/4 എന്നെടുത്തിട്ട് അതിനെ നെഗറ്റീവ് ആക്കാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. This is -1 whole square, this is -1 whole cube, this is -1 whole raised to 4, this is -1 whole raised to 5, etc. xn നമുക്ക് ഇങ്ങനെ എഴുതാം, -1 whole raised to n plus 1 into zn. zn സീരീസിന്റെ ടേം അല്ല കേട്ടോ. zn സീരീസിൽ കാണുന്ന ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് എന്നെടുത്താൽ we will write the alternating series using sigma xn, where xn equal to -1 whole raised to n zn with അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, zn നമ്മൾ പോസിറ്റീവ് എടുത്തിട്ടുള്ളൂ, zn greater than 0 for all n element of n. സീരീസിന്റെ ടേംസ്, സീരീസ് ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ്ലി ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. നമ്മളെല്ലാ zn-നും അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ മാത്രമായിട്ട് എടുത്തിട്ട് -1 whole raised to n plus 1 zn എഴുതിയാൽ നമുക്ക് കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കിട്ടും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിനെയൊക്കെ നമ്മൾ ഇനി മുതൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. Let zn greater than 0 and xn equal to -1 whole raised to n plus 1 into zn. Then sigma xn, sigma xn. zn-കളെല്ലാം പോസിറ്റീവ് ആണ്. ഇവിടെ ഇപ്പോൾ -1 whole raised to n plus 1 കൊടുത്തപ്പോൾ ആദ്യത്തെ ടേം പോസിറ്റീവ്, രണ്ടാമത്തെ ടേം നെഗറ്റീവ്, അങ്ങനെ. അപ്പോൾ സിഗ്മ എക്സൻ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് the first we have several tests for finding whether an alternating series is convergent or not. First test is itself called the alternating test. 1 is called the alternating series test എന്ന് തന്നെയാണ് അതിനെ വിളിക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു ടെസ്റ്റ് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുക. And it is found by Leibniz and therefore it is called Leibniz test. LABNITZ. Leibniz നമുക്ക് പരിചയമുള്ള ആളാണ്. Leibniz ടെസ്റ്റ് എന്നും വിളിക്കാം. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഓർ Leibniz ടെസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്രഷനാണ് ഉപയോഗിക്കുക. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് സിഗ്മ എക്സൻ, പക്ഷേ എക്സനുകളെ എഴുതിയത് പോസിറ്റീവ് ടേംസ് zn ഉപയോഗിച്ചാണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് z സീക്വൻസ് ഈക്വൽ ടു zn be a sequence of decreasing strictly positive, decreasing strictly positive sequence are with limit zn equal to 0 with nth term പോസിറ്റീവ് ആയിട്ട് എടുത്ത് nth term 0 ആണ്. limit zn equal to 0. Then the alternating series implies the alternating series sigma zn-കൾ പോസിറ്റീവ്, ഓൾട്ടർനേറ്റിംഗ് ഒക്കെ -1 whole raised to n plus 1 zn എന്ന് കൊടുക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ -1 whole raised to n plus 1 zn is convergent.
എപ്പോഴാ പോസിറ്റീവായിട്ട് മാത്രം അബ്സല്യൂട്ട് വാല്യൂസ് ആയിട്ട് മാത്രം ടേംസിന് എടുക്കുമ്പോൾ അതൊരു ഡിക്രീസിങ് സ്ട്രിക്ട്ലി പോസിറ്റീവ് സീക്വൻസ് ഓഫ് ടേംസ് ആവണം. ആൻഡ് ദ nth ടേം ഓഫ് ദാറ്റ് സീരീസ് nth ടേം പോസിറ്റീവ് വാല്യൂ absolute valueന്റെ nth ടേം ലിമിറ്റ് Zn equal to 0. Then the series sigma minus 1 whole raised to n plus 1 Zn is convergent. ആദ്യത്തെ ടേം നെഗറ്റീവ് ആണെങ്കിൽ -1 whole raised to n plus 1 എഴുതാൻ ശരിയാകത്തില്ല കേട്ടോ. Zn പോസിറ്റീവ് ആണ്, -1 whole raised to n plus 1 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ ആണ്. ആദ്യത്തെ ടൈം പോസിറ്റീവ് ആയിട്ട് കിട്ടത്തും. ആദ്യത്തെ ടൈം നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് മാറ്റിയാൽ മതി. -1 whole raised to n plus 1 പകരം -1 whole raised to n കൊടുത്താൽ മതി. -1 raised to 1 നെഗറ്റീവ് കിട്ടിക്കുള്ളൂ ആദ്യത്തെ ടൈം. ഓൾട്ടർനേറ്റിംഗിൽ ആദ്യത്തെ ടൈം പോസിറ്റീവ് ആണെങ്കിൽ -1 whole raised to n plus 1 കൊടുക്കുക. കൺഫ്യൂഷൻ ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ടൈം നെഗറ്റീവ് -1 1 1 ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസിൽ നിന്നാണ് സീരീസ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം സം എടുക്കുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ആദ്യത്തെ ടൈം നെഗറ്റീവ് ആണ്. -1 whole raised to n plus 1 കൊടുത്താൽ പോസിറ്റീവ് 1 എല്ലാം 1 ആണ്. -1 whole raised to n plus 1 കൊടുത്താൽ ശരിയാകത്തില്ല. ആ കേസിൽ -1 whole raised to n കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഡെഫിനിഷൻ തന്നെ ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് നെഗറ്റീവ് ഓർ നെഗറ്റീവ് പോസിറ്റീവ് അതാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടു എ സീരീസ് which is alternating. Corresponding to a sequence which is alternating series is formed. Sequence is denoted by x equal to xn and it is said to be alternating if -1 whole raised to n plus 1 into xn is either positive or negative for all terms. ഇങ്ങനെ എഴുതുമ്പോൾ ഒന്നുകിൽ മുഴുവൻ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. then it is an alternating സീരീസ്. ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാം പോസിറ്റീവ് ആണ്, അതിനർത്ഥം ആദ്യത്തെ ടൈം പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ആദ്യത്തെ ടൈം നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇതിൽ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ആ കാരണം കൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സീരീസിനെ എഴുതുന്നത് സിഗ്മ എക്സ് എന്നാണ്. സീരീസിന്റെ nth ടൈം അപ്പോൾ xn ആയിരിക്കും. xnനെ നമുക്ക് പോസിറ്റീവ് ടൈം Zn ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. -1 whole raised to n plus 1 into Zn എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിൽ 1 1/2 1/3 1/4 സൈൻ നോക്കാതെ അതാണ് Zn വാല്യൂ. പക്ഷെ xn എന്ന് പറയുന്നത് എന്താ? x1 1 x2 -1/2 x3 1/3 x4 -1/4 അങ്ങനെയാണ് xn വാല്യൂ. അപ്പോൾ ആ xnകളെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള Zn ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. -1 whole raised to n plus 1 into Zn എഴുതാം. where Zn strictly greater than 0 for all n and that represent an sigma xn represent an alternating series. Alternating series test അപ്പോൾ നമ്മൾ ഈ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടാണ് പറയുക. Zn സ്ട്രിക്ട്ലി പോസിറ്റീവും Zn ഡിക്രീസിങ്ങും ആണ്. ആൻഡ് ലിമിറ്റ് Zn nth ടൈമിന്റെ ലിമിറ്റ് 0 ആണ്. then sigma -1 whole raised to n plus 1 Zn is convergent. അത് നമ്മളതിന്റെ സബ്സീക്വൻസസ് ഈവൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൽ S2n S2n plus 1 കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ പ്രൂഫ് കൊടുക്കുക. ഈവൻ പാർഷ്യൽ സംസ് S2nകളും ഓഡ് പാർഷ്യൽ സംസ് S2n plus 1കളും എഴുതിയാണ് നമ്മളതിന്റെ പ്രൂഫ് ലിമിറ്റ്സ് ടെസ്റ്റ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിന്റെ പ്രൂഫ് കൊടുക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഈ 1 - 1/2 ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജന്റ് ആണ് നമ്മൾ നേരത്തെ വേറൊരു തരത്തിൽ പ്രൂവ് ചെയ്തിരുന്നതാണ്. അതിൽ എവറേജ് ടെസ്റ്റിന്റെ പേര് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അവിടെ S2n S2n plus 1 ഒക്കെ എഴുതിയാണ് നമ്മൾ പ്രൂഫ് കൊടുത്തത്. അല്ലെ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിൽ നമ്മൾ ഉപയോഗിച്ച പ്രൂഫിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈവൻ പാർഷ്യൽ സംസും ഓഡ് പാർഷ്യൽ സംസും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിച്ച് സബ്സീക്വൻസിന്റെ കൺവേർജൻസ് ഉപയോഗിച്ചാണ് പ്രൂഫ് കൊടുക്കുക. ഇവിടെ ഈ കാര്യം ശരിയല്ലേ എന്ന് നോക്കിയേ. nth ടൈമിന്റെ ലിമിറ്റ് പോസിറ്റീവ് ആയിട്ട് ആലോചിക്കുക. 1/n സൈൻ കൂടാതെ ആലോചിച്ചാൽ മതി. 1/n ലിമിറ്റ് സെന്റൻസ് ടു ഇൻഫിനിറ്റി 0 ആണ്. ഇതിലെ പോസിറ്റീവ് മാത്രമേ 1 1/2 1/3 അങ്ങനെ എടുത്തിട്ടാണ് നോക്കുക. അപ്പോൾ സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. ദെൻ 1 1/2 1/3 വാല്യൂസ് കുറഞ്ഞു വരികയാണ്. ഡിക്രീസിങ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ലിമിറ്റ് Zn equal to 0. Then alternating series to this Zn is 1 - 1/2 plus 1/3 -1/4 plus etc. alternating series harmonic series convergent.